സ്വാഗതം. പ്രധാന വാർത്തകൾ. പൾസ് പോളിയോ രണ്ടാം ഘട്ടം ഇന്ന് നടന്നു. അരിവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഗോപുര സമർപ്പണവും നടന്നു. മേഖലയിലെ വിവിധ ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ സഭാദിനം ആഘോഷിച്ചു. വേദക്കാട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. പെഞ്ഞാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ സഭാദിനം ആചരിച്ചു. മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ കൺവെൻഷനുകൾ തുടരുന്നു. പഴനിയുടെ ജനകീയ ഫുട്ബോളിന് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. പൾസ് പോളിയോ രണ്ടാം ഘട്ടം ഇന്ന് നടന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായുള്ള പൾസ് പോളിയോ രണ്ടാം ഘട്ടം ഇന്ന് നടന്നു. ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെല്ലാം പോളിയോ മരുന്നുകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണ മണ്ഡപത്തിൽ പോലും ഇക്കുറി പോളിയോ ക്യാമ്പുകൾ ഒരുക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ബൂത്തുകൾ പ്രവർത്തിച്ചു. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കുടുംബശ്രീ, സാക്ഷരതാ മിഷൻ, വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പൾസ് പോളിയോ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അരിവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഗോപുര സമർപ്പണവും നടന്നു. അരിവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഗോപുര സമർപ്പണവും ഇന്ന് നടന്നു. ഇന്ന് രാവിലെ 5:30 നട തുറക്കൽ, ഉഷപൂജ, കളഭം ആടൽ എന്നിവയ്ക്ക് ശേഷം രാവിലെ 10 മണിക്ക് ഗജവീരൻ വരടിയം ജയറാം ഗോപുര സമർപ്പണം നടത്തി. ഉച്ചയ്ക്ക് 2 മണിക്ക് കോതച്ചിറ ബ്രദേഴ്സിന്റെ നാദസ്വര കച്ചേരിയും ഉണ്ടായിരുന്നു. മേഖലയിലെ വിവിധ ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ സഭാദിനം ആഘോഷിച്ചു. മേഖലയിലെ വിവിധ ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ ഇന്ന് സഭാദിനം ആചരിച്ചു. കാതോലിക്ക ദിനം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന സഭാദിനം വലിയ നോമ്പിലെ 36ാം ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളികളിൽ സഭാ പതാക ഉയർത്തുകയും സഭാ സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രലിൽ നടന്ന സഭാദിനാഘോഷത്തിൽ കോയമ്പത്തൂർ ആചാര്യ തടാകം ആശ്രമത്തിലെ ഫാദർ NM ജോർജ് സഭാ പതാക ഉയർത്തി. ഇടവക വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി സഭാ പ്രതിജ്ഞ ജനങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. സഹവികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ, ട്രസ്റ്റി അനീഷ് C ജോർജ്, സെക്രട്ടറി സജു K ഡേവിഡ്, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. തുടർന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഇടവകയുടെ കീഴിലുള്ള വിവിധ കുരിശുപള്ളികളിലേക്ക് വാഹന റാലിയും സംഘടിപ്പിച്ചു. അതിൽ വാണരുളുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ മോറന്മാർ ബേസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ തിരുമേനിയോടും പരിശുദ്ധ സഭയിലെ എല്ലാ മെത്രാപോലിത്തന്മാരോടും പരിശുദ്ധ സുന്നകദോസനോടും ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് ഭക്തിയും കൂറും പ്രഖ്യാപിക്കുന്നു. ആദരവും സ്നേഹവും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വർഷം ഉണ്ടാക്കിക്കൊണ്ട്
വർണ്ണാഭമായി. പോർക്കുളം വേദക്കാട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. രാവിലെ 5 മണിക്ക് നട തുറക്കൽ, തുടർന്ന് നിർമാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക പൂരം എഴുന്നള്ളിപ്പ്, 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ്, 6:15 കൂട്ടി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. 8 ഗജവീരന്മാരാണ് കൂട്ടി എഴുന്നള്ളിപ്പിന് പങ്കെടുത്തത്. തുടർന്ന് തെയ്യം, മറ്റ് കലാരൂപങ്ങൾ എന്നിവയും ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധന തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകളുണ്ടായി. രാത്രിയിൽ പൂരാവർത്തനത്തോടെ ഈ വർഷത്തെ വേദക്കാട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം സമാപിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Park Manufacturing Office, NVKM and Sons, Dindigate. Zone Distributor, Roja Agencies, Kunnamkuളം. Phone 9446 145776 9446 145778. മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ കൺവെൻഷനുകൾ തുടരുന്നു. വലിയ നോമ്പിനോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ കൺവെൻഷനുകൾ നടക്കുന്നു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ 3-ാം ദിവസത്തിൽ വചനപ്രഘോഷം നടത്തിയത് ഫാദർ അലക്സ് ജോർജ് മുളന്തുരുത്തിയാണ്. എന്നും അവൻ അരികിൽ പോയിരുന്ന തന്റെ മുഖം അതിൽ നോക്കി തന്റെ സൗന്ദര്യം കണ്ട് അവൻ ആസ്വദിക്കും. വനദേവതമാർ ഇവനെ നോക്കി എന്നും ദുഃഖത്തോടു കൂടിയിരിക്കും. എന്താണെന്നറിയാമോ? ആ അരുവിയിൽ അതിന്റെ ചുറ്റിലും നിൽക്കുന്ന വൃക്ഷങ്ങളുടെ പ്രതിച്ഛായകൾ വീഴുന്നു, കിളികളുടെ പ്രതിച്ഛായകൾ വീഴുന്നു. ഇതൊന്നും അവൻ കാണുന്നില്ല. അവൻ കാണുന്നത് അവന്റെ സൗന്ദര്യം മാത്രം.
മങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇന്നലെ വചനപ്രഘോഷം നടത്തിയത് മെർലിൻ ടി മാത്യു പുത്തൻകാവാണ്. നിരവധി വിശ്വാസികളാണ് കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നത്. ക്രൈസ്തവ നോമ്പാചരണം അതിന്റെ അവസാന 15ലേക്ക് പ്രവേശിക്കുകയാണ്. എന്ന് തോന്നുമ്പോഴാണ് യഹോവാവിന്റെ ശത്രുവിനെ അവനോട് നിരപ്പാക്കുന്നത്. എന്റെ വഴി ഞാനൊന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. എന്റെ പ്രവൃത്തിക്ക് എന്താണ് കുഴപ്പം? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നു, നാവിനാലും വാക്കിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ ദൈവത്തെ സ്നേഹിക്കണം. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ സഭാദിനം ആചരിച്ചു. സഭാദിനത്തോടനുബന്ധിച്ച് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി വാഹന റാലി സംഘടിപ്പിച്ചു. കുന്നംകുളം ഭദ്രാസനത്തിലെ വിവിധ പള്ളികളിലൂടെ യാത്ര ചെയ്ത് റാലി ചാലിശ്ശേരി ഓർത്തഡോക്സ് പള്ളിയിലെത്തി സമാപിച്ചു. നിരവധി പുരോഹിതന്മാരും ഭക്തജനങ്ങളും റാലിയിൽ പങ്കെടുത്തു. ഇന്ന് കാതോലിക്ക ദിനമായിട്ട് സഭാദിനമായിട്ട് ആചരിച്ചു വരികയാണല്ലോ. വിദേശാധിപത്യത്തിൽ നിന്നും സഭയെ സംരക്ഷിച്ച പരിശുദ്ധ പിതാക്കന്മാരെയും അതുപോലെ തന്നെ ഈ ഇടവകയിലെ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിക്ക് കാതോലിക്ക പതാക കൈമാറിക്കൊണ്ട് ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നു. സഭാ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ കാതോലിക്ക പതാക ദേവാലയത്തിലെ യുവജന പ്രസ്ഥാന പ്രവർത്തകർ നടത്തുന്ന ഐതിഹാസികമായ വാഹന പ്രചരണ സന്ദേശ റാലി ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഓരാൻമാർ ബാസേലിയോസ്. വിദേശ ശക്തികളെയും ആധിപത്യം സ്ഥാപിക്കുവാൻ ഞങ്ങൾ ജീവനോടെയുള്ള കാലത്ത് അനുവദിക്കുകയില്ല എന്ന് ഉറപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് പെങ്ങാമുക്ക് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഐതിഹാസികമായ സന്ദേശ റാലി ഈ വടിശാലയിലെ സ്പോർട്സ്. Essa bola vai rolar, mundo é um tapete verde. Quando a bola chega lá, coração fica na rede, na rede, na rede. Olá, olá. La 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 I dare you. Lego. 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 Feel how the planets become one. It's like a drum to this and rhythm. Hear the whistle, kick the ball. The entire world soars like an eagle, and we all we play like we dance. Only today, there's no tomorrow. Leave all behind in this place. There's no space for fear or sorrow. Is it true that you want it? Then act like you mean it. With everyone watching, it's truth or dare. Can you feel it? La 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 la. La 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 la. I dare you. Lego. പഴനിയുടെ ജനകീയ ഫുട്ബോളിന് ഇന്ന് തുടക്കമാകും. പഴനിയുടെ ജനകീയ ഫുട്ബോളിന് ഇന്ന് തുടക്കമാകും. ഇന്ന് രാത്രി 8 മണിക്ക് മന്ത്രി ശ്രീ AC മൊയ്തീനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. പഴനി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 37ാമത് മത്സരങ്ങളാണ് ഇന്ന് ആരംഭിക്കുന്നത്. പഴനി വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഫ്ലഡ് ലൈറ്റിൽ ഗാലറിയിലിരുന്ന് ജനങ്ങൾക്ക് കളി കാണുന്നതിനുള്ള അവസരവുമുണ്ട്. ഫുട്ബോൾ മത്സരത്തിനോടനുബന്ധിച്ച് വിവിധ രംഗങ്ങളിൽ പ്രശസ്തരായവരെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൾസ് പോളിയോ 2ാം ഘട്ടം ഇന്ന് നടന്നു.
അരിവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഗോപുര സമർപ്പണവും നടന്നു. മേഖലയിലെ വിവിധ ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ സഭാദിനം ആഘോഷിച്ചു. വേദക്കാട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ സഭാദിനം ആചരിച്ചു. മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ കൺവെൻഷനുകൾ തുടരുന്നു. പഴഞ്ഞിയുടെ ജനകീയ ഫുട്ബോളിന് ഇന്ന് തുടക്കമാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.